പാണ്ഡിത്യത്തിന്റെ ഗരിമയുള്ള യമനി തലേക്കെട്ടും വെളുത്തു പറ്റേ വെട്ടിയ അതേ തടിരോമങ്ങളുമായി ആ ദീർഘകായനായ മനുഷ്യൻ തന്റെ സയ്യിദത്തിന്റെ ഖമീസിന് മുകളിൽ പ്രൗഢമായ കറുത്ത ഗൗണണിഞ്ഞിട്ട് ചാവക്കാട്ട ഗസ്റ്റ് ഹൗസിൽ അധ്യക്ഷ കസേരയിൽ ബഫക്കി തങ്ങൾ ഇരുന്നു. ഒരു ഭാഗത്ത് ഹിന്ദുക്കൾ ഇരുന്നു, ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഇരുന്നു. രണ്ടുപേരും ചർച്ച ആരംഭിച്ചു. ഹിന്ദുക്കൾ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ റോട്ടിൽ കൂടെയാണ് ചെണ്ടൻ മുട്ടുന്നത്, ഈ റോട്ടിൽ കൂടെ ആർക്കും പോവാലോ, അതിന് മുസ്ലിങ്ങൾക്ക് എന്താ? മുസ്ലിങ്ങൾ പറഞ്ഞു, തങ്ങളെ ഇവര് ചെണ്ട മുട്ടിയാ ഞങ്ങളുടെ നിസ്കാരം ബാത്തിലാകുകയാണെന്ന്. അടിപൊളി മറുപടി കേട്ടാ. ഈമാന്റെ മധുരം കിട്ടിയ നിസ്കാരമാണല്ലോ. ചെണ്ട മുട്ടുന്നത് നമ്മളെങ്ങനെ കേൾക്കും നിങ്ങളെ? നിങ്ങളെ ഇടയിലൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കൈസിനെ കുറിച്ച് പറയാറുണ്ട്. കൈസ് സൂഫിയൊന്നല്ല, ഒരു ഇസ്ലാമിക് ക്ലാസിക്കാണത്. കൈസ് തന്റെ പ്രണയിയായ ലൈലയെ തേടിയിട്ട് ഇങ്ങനെ നായയുടെ ഒപ്പം ഓടുമായിരുന്നു. കുറെ ആൾക്കാർ നിസ്കരിക്കേണ്ട, അവരുടെ വായയുടെ മുകളിൽ കൂടെ പോയി. കുറെ കഴിഞ്ഞ് കൈസ് തിരിച്ചു വരുമ്പോ ഇവര് ചോദിച്ചു, എന്തുട്ട് പരിപാടി നിസ്കരിക്കണതിന് മുമ്പ് കൂടെ പോയത്? അപ്പൊ കൈസ് പറഞ്ഞു, ഞാൻ കണ്ടില്ലട്ടോ നിങ്ങൾ നിസ്കരിക്കണം. പിന്നെ ഞങ്ങളുടെ മുമ്പ് കൂടെ അല്ലേ നീ ഓടിയത്? കൈസ് പറഞ്ഞു, സത്യമായിട്ടും ഞങ്ങളെ കണ്ടിട്ടില്ല, എന്റെ മനസ്സിൽ മൊത്തം ലൈലയായിരുന്നു. പക്ഷേ തെറ്റെനിക്കല്ല പറ്റിയത്, നിങ്ങൾക്ക് പറ്റി. എന്താണ്? നിങ്ങൾ എന്നെ കണ്ടില്ലേ നിസ്കരിക്കുമ്പോ? നിസ്കാരം മടക്കിക്കോളി. ഞാൻ ഓടുമ്പോ നിങ്ങളെ കണ്ടിട്ടില്ല, എന്റെ മനസ്സിൽ ലൈലയായിരുന്നു. നിങ്ങൾ ആരാധന ചെയ്യുന്ന ലൈലുണ്ടല്ലോ അള്ളാഹ്, നിങ്ങൾ അള്ളാഹിനെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെയാണ് കണ്ടത്. നിസ്കാരം മടക്കിയട കോപ്പേ എന്ന് പറഞ്ഞു കൈസ്. തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ ഇന്ത്യയും കൂടെ നിസ്കാരം നമ്മൾ മാരി നിസ്കരിച്ചിട്ടില്ല വന്നേക്കണ്. ഏതിനെ സിറാത്തുൽ മുസ്തഖീം പഠിച്ചോനെ നമുക്ക് എല്ലാ എത്തിങ്ങാനുള്ള പരിപാടി എന്ന് ആര് പ്രസംഗിക്കായിരുന്നു? വയറിൽ മൗലൂബിയല്ലേ കബീർ വാക്ക് മറ്റൊന്ന് വരുന്നുണ്ടല്ലോ, അന്ന് ഭയങ്കര ആളുണ്ടാവും അല്ലല്ലാ. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ നിസ്കരിക്കണ മുഅ്മിനീങ്ങളെ? നമ്മൾ ഭയങ്കര നിസ്കാരക്കാരല്ലേ നമ്മള്? നമുക്ക് അവിടെ ഈമാന്റെ മധുരം കിട്ടിയേക്കണ്. ഞങ്ങളുടെ ചാവക്കാടുണ്ടല്ല ഒരു മനയൂരേ, ഒരമ്മായിമ തമാശ പറയാറില്ല, എന്നാലൊന്ന് പറയാം. അമ്മായിമ നിസ്കരിക്കാൻ രണ്ടു മരുമക്കൾ പിന്നിൽ നിൽക്കുന്നുണ്ട്, മൂത്തച്ചി ഇളയച്ചി. അങ്ങനെ പറഞ്ഞ ഇവിടെ അങ്ങനെ തന്നെയാണോ പറയാ? ജ്യേഷ്ഠന്റെ അഞ്ചിന്റെ ഭാര്യയ്ക്ക് ഇളയച്ചി മൂത്തച്ചി തന്നെയാണോ? ഭാഗ്യം. അപ്പണ്ടല്ല അമ്മായിമ അധികം വിവരമൊന്നുമില്ലെങ്കിലും ഇമാം വന്നു. ഒരു പെണ്ണ് +2 വരെ മാർക്സ് പഠിച്ചതാണ്, ചെറിയ പെണ്ണ്. മൂത്ത പെണ്ണ് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 3 പേരും അങ്ങോട്ടും ഭയങ്കര ഈഗോണെന്ന് എല്ലാവർക്കും അറിയാലോ. അള്ളാഹ് ഒക്കെ ഐക്യത്തിലാക്കട്ടെ. അപ്പൊ നിസ്കാരത്തിനിടയിൽ മാരി നിസ്കരിക്കുമ്പോൾ ഒരു പൂച്ചത അടുക്കളയിലേക്ക് ഇങ്ങനെ പോകണമെന്ന് അമ്മായിമ കണ്ടു. അവിടെ കരിമീൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് മരുമക്കൾക്ക്. പൂച്ച കടക്കുക തൊട്ടപ്പോൾ നിസ്കാരം സലാം വിട്ടാനും പറ്റില്ല. അപ്പൊ അമ്മായി പറഞ്ഞു, പൂച്ച അടുക്കളയിലേക്ക് പോകുന്നുണ്ട്, അടച്ചിട്ടില്ലേ നിസ്കാരത്തിന്റെ ഇടയിലാണ്. അപ്പൊ മൂത്ത മരുമകൾ പറഞ്ഞു, അമ്മ നിസ്കരിക്കുമ്പോഴാണോ വർത്താനം പറയുന്നത്? നിങ്ങളുടെ നിസ്കാരം പോയിട്ടോ. അമ്മായിമാനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പം ചെറിയ മരുമകൾ 2 ആൾക്കുട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അതന്നെയല്ലേ താത്ത ഞാൻ ഇവിടെ ഉണ്ടാകുന്നത് നിസ്കാരത്തിന്റെ ഇടയിൽ. ഫോർ എക്സാമ്പിൾ, അങ്ങനെ സംഭവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഏകദേശം ഇതേപോലെ തന്നെയാണ് നമ്മുടെ നിസ്കാരം. കൈസ് പറഞ്ഞ മറുപടി പോലെ. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? എന്ത് പറഞ്ഞപ്പോഴാണ്? ചാവക്കാട് വിട്ടു നമ്മ പിടിച്ചു തോന്നണ്ട. ബാപ്പയ്ക്ക് തങ്ങള് എന്നോട് പറയാണ്, മുസ്ലിങ്ങളെ നിസ്കരിക്കുമ്പോ ഭയങ്കര ചെണ്ട മുട്ടിയിട്ട് ഞങ്ങളുടെ നിസ്കാരത്തിന് കോൺസെൻട്രേഷൻ പോവാണെന്ന്. അങ്ങനെ അടിവരട്ടുള്ളൂ കേട്ടോ. ശരിക്കൊരു മൂമിനിന് കോൺസെൻട്രേഷൻ പോകാൻ പാടുമോ? എന്നാലും അവരങ്ങനെ പറഞ്ഞു. അസർ ബാങ്ക് മുഴങ്ങിയപ്പോഴ് ബാഫക്കി തങ്ങൾ ചാടി എഴുന്നേറ്റു. അവ്വല് വക്തിൽ നിസ്കരിക്കുന്ന മഹാനാ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി കൊയിലാണ്ടി കടപ്പുറത്തെ കാറ്റു കുറുകുന്നത് പോലും യമനിന്റെ സുഗന്ധമാണ്. എഴുന്നേറ്റു. ബാഫക്കി തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ബാഫക്കി തങ്ങളെ കണ്ടോരോ കൈ വന്നിച്ച? ബാഫക്കി തങ്ങളെ ചിത്രത്തിലല്ല നേരിട്ട് കണ്ടോരോ കൈ വന്നിച്ച? 2 ആള് 3 ആള്. ഇവിടെ ഒരാളുണ്ട്, മാഷാ അല്ലാഹ്. അങ്ങനത്തെ മനുഷ്യന്മാരെ നിങ്ങൾ അതിന്റെ പൊളിറ്റിക്സ് നോക്കണ്ട. അതിലിപ്പോ പല രാഷ്ട്രീയക്കാരും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ അതിൽ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട. ബാഫയ്ക്ക് തങ്ങളെ നമ്മൾ രാഷ്ട്രീയക്കാരനായിട്ടും അല്ല പറയണത്. ഇതിലിപ്പോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനും ലീഗുകാരും PDPക്കാരും INLരും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ MLAക്ക് മറുപടി പറഞ്ഞത്. അതെന്റെ സംഘടനാപരമായ ബോധമാണ്. എന്റെ നട്ടലിന്റെ ഈ ഭാഗത്ത് കൂടെ വാഴപ്പിണ്ടി ഒന്നല്ല, നട്ടല്ലായത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറഞ്ഞത് ബാപ്പയ്ക്ക് തങ്ങൾ മുസ്ലിം ലീഗുകാരനായതുകൊണ്ടല്ല, ഞങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അയാൾ അദ്ദേഹം വലിയ നിട്ട, ദേഷ്യം തീർക്കണ്ട. ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബിയുടെ ഖബറിന്റെ അടുത്താണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി കിടന്നുറങ്ങുന്നത്. നിങ്ങൾക്ക് ആ സംശയം തീരാൻ വേണ്ടി ഒന്നുകൂടി പറയാം. ബാപ്പയ്ക്ക് തങ്ങൾ പറഞ്ഞു, മരണത്തിന്റെ കുറെ മുമ്പേ ഹജ്ജിന് പോകുന്നതിനൊക്കെ മുമ്പ് പറഞ്ഞു, ഞാന് മരിച്ചാൽ ഇപ്പോ കുറെ ലൈവ് ഉണ്ടല്ലേ, കുറെ കാഫിര്യങ്ങളൊക്കെ എൻ്റെ ജനാസ ഇങ്ങനെ വന്ന് കാണാൻ ഒന്നുമില്ലാതെ വന്ന് കാണൂലേ,
ഭയങ്കര വിഷമാണല്ലോ. അപ്പോ കാണാതിരിക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒപ്പമുള്ളവർ പറഞ്ഞു, നിങ്ങള് കേരളത്തിലെ പൊളിറ്റിക്സിലെ വലിയ നേതാവാ, എല്ലാവരും വരും, കരുണാകരനടക്കം എല്ലാവരും കാണാൻ വരും. ബാഫക്കി തങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിയുടെ ജനാസ ഒരൊറ്റ കാഫർ പോലും കണ്ടില്ല. അതെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. അതാണ് ബാഫക്കി തങ്ങൾ. ഹജ്ജിന് പോയിട്ട് വേറൊന്നുകൂടി പറഞ്ഞുതരാം. ആൾ കൂടെയുള്ളവരോട് പറഞ്ഞു, നാളെ നിങ്ങൾ എന്റെ പിന്നിൽ നിന്നിട്ടാണ് നിസ്കരിക്കുക. അപ്പോ കൂടെയുള്ളവർ പറഞ്ഞു, പിന്നെ ഹറമിൽ നിങ്ങൾ എങ്ങനെ ഇമാമുക്ക, നിങ്ങൾ ഇന്ത്യയിലെ വലിയ നേതാവായിരിക്കും, ഇത് സൗദി അറേബ്യയാണ്, ഹറമിന്റെ കുറെ ഇമാമുമാരുണ്ട്, അവരെന്നെയാണ് ഇമാമ് നിൽക്കുക. ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഹറമിന്റെ ഇമാമും എന്റെ പിന്നിലാണ് നാളെ നിൽക്കുക. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി. കൂടെയുള്ളവർ ചിരിച്ചു. വിദേശിയായ ഒരാളെങ്ങനെ ഹറമിന്റെ ഇമാമത്ത് നിൽക്കും? ലക്ഷക്കണക്കായ ആളുകൾ നാളെ എന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് ബാഫക്ക്. കരുളായി തീങ്കാനയിൽ തടിച്ചുകൂടിയ മുഅ്മിനെ പിറ്റേന്ന് അതേപോലെ സംഭവിച്ചു. മസ്ജിദുൽ ഹറമിലെ മതാഫില് ഹറമിന്റെ ഇമാമ് ബാഫക്ക് തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ചു. ലക്ഷക്കണക്കായ ആളുകൾ നിസ്കരിച്ചു. പക്ഷേ അത് നിസ്കാരത്തിലെ ഇമാമല്ല. ബാഫക്കി വഫാത്തായി. ജനാസക്ക് പിന്നിലല്ലേ ഹറമിന്റെ ഇമാമ് നിൽക്കുക. ആലോചിച്ചു നോക്ക്. അപ്പൊ തങ്ങൾ പിറ്റേന്ന് മരിച്ചു. തന്റെ മരണം പോലും മുൻകൂട്ടി പറയാൻ കഴിഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ കണ്ണട വെച്ച് കാണണ്ട. ബാഫക്കി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. മൂപ്പര് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു കിണ്ടി കയ്യിൽ കരുതാറുണ്ട് വെള്ളം എടുക്കാൻ. കിണ്ടി ഒരു കൂജ എന്തോ കോപ്പ എന്തേട്ടെ ഒരു മുസാഫ് എപ്പോഴും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ അംബാസഡർ കാറിന്റെ പിന്നിലുണ്ടാവും. അതാണ് അബ്ദുറഹ്മാൻ ബാഫക്കി. എഴുന്നേറ്റു. ചാവക്കാട്ടെ ഗസ്റ്റ് ഹൗസിന്റെ പൈപ്പ് തുറന്നു. വെള്ളത്തിന് പകരം കാറ്റാണ് വന്നത്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് അല്ലേ, കാറ്റാണ് വന്നത്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ഇവിടെയാണ് പോയിന്റ്. ഓടി വന്നു RSSകാരായ ചെറുപ്പക്കാർ ഓടി വന്ന് ബാഫക്കി തങ്ങളുടെ കയ്യിൽ നിന്ന് ആ പാത്രം വാങ്ങി റോഡ് മുറിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് ഓടി പാള കിണറ്റിലേക്കിട്ട് വെള്ളം കോരിയെടുത്തു. തിരിച്ചു വന്നു. ബാഫക്കി തങ്ങൾ പുഞ്ചിരിയോടെ സുസ്മേരവദനായി നോക്കി നിൽക്കുമ്പോ കൈ നീട്ടി. അപ്പൊ അവര് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ഒതുണ്ടാക്കിക്കോ, ഞങ്ങൾ വെള്ളം ഒഴിച്ചുതരാം. അന്നത്തെ RSSകാരന് ഒതുണ്ടാക്കിക്കോ എന്നൊക്കെ പറയാനുള്ള ഈമുണ്ട്. കാരണം അവർക്കറിയാം ഇന്നത്തെ കരലായത്തെ ഏതെങ്കിലും ഒരു ഹിന്ദു ഒലു എന്നൊക്കെ പറയും, നാവ് ഉളുക്കും. എന്താ കാരണം? നമ്മൾ അവരുടെ മുമ്പിൽ അങ്ങനെ സഹവസിച്ചിട്ടില്ല. റമളാനിൽ നമ്മൾ ചായക്കടയിൽ പോയി ചായ കുടിക്കുമ്പോ മാധവനും രമേശും അടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവന് മനസ്സിലായി ഇസ്ലാം ഒരു കോപ്പുമല്ല. ഞാൻ കണ്ടില്ല ചായ കുടിക്കണത്. അങ്ങനെ ഇസ്ലാമിനെ പൊളിച്ചത് നമ്മളാണ്. കരലായിൽ ഒരു 30 കൊല്ലം മുമ്പേ ഒരു ഹിന്ദു ഇവിടുത്തെ ഒരു കാരണവരുടെ മുമ്പിൽ മടക്കി കുത്തി നടക്കുമോ? നിങ്ങൾ ചോദിച്ചു നോക്കി, വലിയപ്പാരോട് ഇരിക്കണ്ടല്ലോ. നടക്കില്ല. അതാരേലും മലപ്പുറം കത്തിണ്ടായിട്ടൊന്നുമല്ല, പണം ഉണ്ടായിട്ടുമല്ല. പാവപ്പെട്ട കാരണവന്മാരെയും ബഹുമാനിച്ചിരുന്നു. അതൊരു റെസ്പെക്റ്റ് ആയിരുന്നു. അള്ളാഹു കൊടുത്തുന്നതാണ്, അള്ളാഹു കൊടുക്കുകയാണ്. അവരുടെ ഭയം ഞാൻ ഇട്ടുകൊടുക്കുമെന്ന് അള്ളാഹ് പറഞ്ഞതാ. ഇപ്പൊ ആരെയാണ് പേടി? ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിമിന്റെ മുമ്പിൽ RSSകാരൻ വന്നിട്ട് എന്തരേ എന്ന് ചോദിക്കും. ഒരു കോപ്പമല്ല. നമ്മളിപ്പോ ഭയങ്കര കാട്ടിക്കൂട്ടിലാണ്. നമ്മൾ ഭയങ്കര പ്രകടനങ്ങളൊക്കെ ഭയങ്കര കാട്ടിക്കൂട്ടിലാണ്. സാധനം കയ്യിലില്ല. ഏത് സാധനം? ബോംബല്ല. ഇവിടെയുള്ള സാധനം കയ്യിലില്ല. അത് അള്ളാഹു കൊടുക്കണതാണ്. നിങ്ങൾ ഈ വലിയപ്പാരോട് ചോദിച്ചു നോക്കി, ഒരു ഹിന്ദു നേർക്ക് നേരെ പോലും വരില്ല ഒരു മുസ്ലിമിന്റെ മുന്നിൽ. ബഹുമാനം അല്ല കൊടുത്ത. ബാഫക്കി തങ്ങളോട് പറയാം, നിങ്ങൾ ഒന്നുണ്ടാക്കിക്കോ, ഞങ്ങൾ വെള്ളം ഒഴിച്ചുതരാ. ആര്? RSSകാരൻ ഒന്നുണ്ടാക്കി. ബാഫക്കി തങ്ങള് ഗസ്റ്റ് ഹൗസിലെ അപ്പുറത്തെ റൂമിൽ ബാഫക്കി നിസ്കരിക്കുകയാണ്. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. ഒരാളും മിണ്ടിയില്ല. പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നവരൊക്കെ മിണ്ടാതിരുന്നു. അങ്ങനെ ബാഫക്കി തങ്ങൾ നിസ്കരിക്കാൻ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. സ്വാഭാവികമായും മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോ ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിന്നു. ബാഫക്കി തങ്ങൾ കൈകൊണ്ട് പറഞ്ഞു, ഇരിക്കെ. കസേരയിൽ നിന്ന് ബാഫക്കി ഒന്ന് ചിരിച്ചു, വല്ലാത്തൊരു ചിരി. എന്നിട്ട് ഒരൊറ്റ ഡയലോഗേ പറഞ്ഞുള്ളൂ. പള്ളിയിൽ നിസ്കരിക്കുമ്പോ പൊതു റോട്ടിലൂടെ
ചെണ്ട മുട്ടിപ്പോകാൻ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. ചെണ്ട മുട്ടിനോട് കുഴപ്പമില്ല, അങ്ങനെ വിധി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മാന്യതയാണ് സഹോദരങ്ങളെ. അത്രേ വയല് പറഞ്ഞു. നമ്മളാണെങ്കിൽ ഗംഭീര പ്രക്ഷോഭം നടത്തുമായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റു ജനസംഘത്തിന്റെ നേതാവ്, വല്ലാഹി ഇതുണ്ടായതാ 1001 രാവിലെ അറബിക്കഥയല്ല, ഞാൻ വരുന്ന തൃശൂർ ജില്ലയിലെ ചാവക്കാട്ടം മണത്തല പള്ളിക്ക് സമീപമുണ്ടായതാ. ആർഎസ്കാർ എഴുന്നേറ്റ് ബാഫയ്ക്ക് തങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന പ്രവാചക പാരമ്പര്യ പൈതൃകത്തിന്റെ മുദ്ര ചാർത്തിയ യമനി കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഇനി ഞങ്ങൾ മുട്ടിപ്പോക്ക് നടത്തില്ല. അന്ന് നിന്നതാണ് ചാവക്കാട്ടെ മുട്ടിപ്പോക്ക്. Why? What is the reason? ബാഫയ്ക്ക് തങ്ങളുടെ കയ്യിൽ തോക്കുണ്ടായോ? ബാഫയ്ക്ക് തങ്ങളുടെ കയ്യിൽ മലപ്പുറം കത്തിയുണ്ടായോ? ഇല്ല. ബാഫയ്ക്ക് തങ്ങളുടെ പൊളിറ്റിക്കൽ പവർ കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ചോ? അല്ല. വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അതാണ് മുസ്ലിമേ നഷ്ടപ്പെട്ടത്. അല്ലാഹുവിനെയും റസൂലിനെയുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 10:22 5 മിനിറ്റ് കൂടി പറഞ്ഞ് ഞങ്ങൾ ഇരിക്കോ? 5 മിനിറ്റ് കൂടി പറഞ്ഞിരിക്കോ? പറ. എന്നാലും സുബി വരെ പറയട്ടെ. ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് നിങ്ങളെ കൊണ്ടുപോകാനല്ല, എന്നെ കൊണ്ടുപോകാൻ. കമ്മിറ്റി അനുവാദം തരും. 5 മിനിറ്റ് കൂടി പറയാൻ, 10 മണി വരെ പറയാൻ. 5 മിനിറ്റ് 10 മണി വരെ പറയാൻ. 10:22 ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടാവും. നല്ല തിരക്കുള്ളവരൊന്നും എഴുന്നേറ്റ് പോയിക്കോളൂ കേട്ടോ. 10 മിനിറ്റിൽ ഞാൻ കൂടില്ല. 10 മിനിറ്റിൽ കൂടുകയല്ല, മൈക്ക് ഓഫ് ആയിക്കോളും. പറയട്ടെ. ഇതാണ് പോയിന്റ് ഉമ്മിനികളെ. ഒരു സംഭവം കൂടി ഞാൻ പറയാം. യൂട്യൂബിൽ വൈറലായതാണ്, മുമ്പ് പ്രസംഗിച്ചിരുന്നാലും. മലപ്പുറം ജില്ലയിലെ, മലപ്പുറത്തേരല്ലേ, ഒരു ഗ്രാമത്തില് ഒരു പള്ളിയുടെ മുകളിലേക്ക് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഒരു തെങ്ങ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുകയാണ്. അതൊന്നിങ്ങനെ തേങ്ങ വീണ് പള്ളിയുടെ ഓട് ഇടക്കിടക്ക് പൊട്ടും, കമ്മിറ്റിക്കാർ മാറ്റും, പിന്നെയും വീഴും, പിന്നെയും പൊട്ടും, പിന്നെയും മാറ്റും. കുറെ ആയപ്പോ കുറച്ച് ചെറുപ്പക്കാർ മുമ്പിലുണ്ടാവുമല്ലോ, ആ ദേവകിയോട് പോയി പറഞ്ഞു, തെങ്ങ് മുറിക്ക്, ഞങ്ങളുടെ പള്ളിയുടെ ഓടാ പോണം. ഇന്നത്തെ അല്ല, കുറെ കാലം മുമ്പാ. പൈസക്ക് ഭയങ്കര വിഷമുള്ള കാലാ. അപ്പൊ ദേവകിക്ക് മുറിക്കണമെന്നുണ്ടെങ്കിലും മകനോട് ആൾക്കാർ പറഞ്ഞു മുറിക്കണ്ട. അവരാരാ? അങ്ങനെ അതൊരു കമ്മ്യൂണൽ ക്ലാഷ് ആയി, വഴക്കായി, വക്കാണമായി. രണ്ടു ഭാഗത്തും ആളുകൾ തടിച്ചുകൂടി. സുബഹിസ്കരിക്കാൻ പള്ളിയിൽ ആളില്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ആളുണ്ടാവും. അതാണ്. നാളെ നിങ്ങൾ ഇവിടെ ഒരു സമരം നടത്തണം എന്ന് പറഞ്ഞു നോക്കാണ്. നാളെ മഗ്‌രിബിക്ക് NRCക്ക് ഒരു സമരമുണ്ട്, യുവാക്കളെ വരൂ എന്ന് പറഞ്ഞ എല്ലാവരും ഉണ്ടാവും. നാളെ സുബഹിക്ക് അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് നിസ്കരിക്കാൻ എല്ലാവരും വരി പറഞ്ഞു നോക്കാടി എന്നുള്ള സഫന്നെ ഉണ്ടാവുള്ളൂ. വയലൻസ് നമുക്ക് ഭയങ്കര പ്രാധാന്യം. അടിസ്ഥാനപരമായ കാര്യം മറന്നു പോവുക. അല്ല, നമ്മൾ ഒരം കുറക്കൊന്നല്ല, പ്രക്ഷോഭത്തിന്റെ ഒരം കുറക്കൊന്നല്ല. ഒരം കൂടണമെങ്കിൽ അള്ളാഹ് ആദ്യം വേണം, അല്ലെങ്കിൽ ഒരം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അത്രേ ഞാൻ പറയണുള്ളൂ, അതിലപ്പുറങ്ങൾ വായിക്കണ്ട. അപ്പോ എന്തുണ്ടായി? ആകെ പ്രശ്നമായി, അങ്ങ് തമ്മിത്തല്ലാകുന്നൊരവസ്ഥയായി. ആരോരു നല്ല മനുഷ്യൻ പറഞ്ഞു, നമുക്ക് പാണക്കാട്ടേക്ക് പോകാം, അവിടെയും പൊളിറ്റിക്കലായി കാണണ്ട. ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക് രണ്ടുപേരും പോയി. കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടി പുഴയുടെ തീരത്ത് സ്നേഹവസന്തത്തിന്റെ പൂമരത്തണല് മശഹൂർ വെച്ച കൊടപ്പനക്കല തറവാട്ടിലെ രാജപ്രതാപിയായ PMS പൂക്കോയ തങ്ങളുടെ പൊന്നുമോൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അരികിൽ പോയി. ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ പറഞ്ഞു, തങ്ങളെ പള്ളിയുടെ ഓട് മാറ്റി പൈസ പോയി, തങ്ങളെ തെങ്ങ് മുറിക്കണമെന്നാണ് ഞങ്ങളുടെ വാദം. അവര് മുറിച്ചില്ലെങ്കിൽ ഞങ്ങൾ മുറിക്കും തങ്ങളെ. തങ്ങൾ ചിരിച്ചു. എപ്പോഴും ഏത് പ്രക്ഷുബ്ധാവസ്ഥയിലും ചിരിക്കുന്നത് പോലെ ചിരിച്ചു. ഹിന്ദുക്കളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തങ്ങളുപ്പാപ്പ, ആദ്യം ഞങ്ങൾ തെങ്ങ് മുറിക്കണമെന്നാണ് കരുതിയത്, പക്ഷെ ഇപ്പത് സമുദായം ഏറ്റെടുത്തു, ഇനി മുറിക്കാൻ പറ്റൂല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ശിഹാബ് തങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവ് പോലെ ഭാതി വിരിയുന്നൊരു പുഞ്ചിരി. തങ്ങളെ കണ്ടവർക്കറിയാം, പൊട്ടിച്ചിരിക്കാറില്ല ശിഹാബ് തങ്ങള്. പാരിജാതം പോലെ പാതി വിരിഞ്ഞൊരു പുഞ്ചിരി എവിടെന്നോ ഓടി വരും ആ മുഖത്തേക്ക്. എനിക്കിപ്പോ മനസ്സിൽ ഓർമ്മ വരികയാണ്. മേശവലിപ്പ് തുറന്നു ശിഹാബ് തങ്ങള്.
തോക്കെടുക്കാനല്ല, കുറച്ച് നോട്ടെടുത്തു എന്നിട്ട് പറഞ്ഞു. ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു, ഇതാ. അവർക്ക് വലിയ സന്തോഷായി, തെങ്ങ് മുറിക്കാനുള്ള പൈസയാകും. പക്ഷെ ശിഹാബ് തങ്ങൾ പറഞ്ഞു, പള്ളി നാളെ പൊളിക്കണം. പഠിച്ചോനെ, പള്ളി നാളെ പൊളിക്കണം തങ്ങളെ. അതെ, പള്ളി പൊളിക്കണം, എന്നിട്ട് കോൺക്രീറ്റ് ആക്കണം. എന്നാ പിന്നെ തേങ്ങ വീണ ഓട് പൊട്ടൂല്ലല്ലോ. ഭയങ്കര ഫിലോസഫി. ആരാണിത് പറയുന്നത്? ആരാണിത് പറയുന്നത്? ഈ ആകാശത്തിന് കീഴെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പള്ളിക്ക് തറക്കല്ലിട്ട ഒരു മനുഷ്യന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് വേണ്ട, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ ഒരു റെക്കോർഡ് ഗിന്നസ് ബുക്കിലില്ല. അത് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ പള്ളിക്ക് ശിലപാകിയ തറക്കല്ലിട്ട മനുഷ്യനാരാണെന്ന് ചരിത്രം വിളിക്കുമെങ്കിൽ അത് പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാകും. ആ തങ്ങൾ പറയാണ് പള്ളി പൊളിക്കണം, കോൺക്രീറ്റ് ആക്കണം. പിന്നെ മറുചോദ്യമില്ല. പാണക്കാട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു. പിന്നെ അവർക്ക് ചോദ്യമില്ല. അവര് തൃപ്തിയായി ഹിന്ദുക്കളോട് പറഞ്ഞു, കുറച്ച് നോട്ടെടുത്തിട്ട് ദേവകിയുടെ മകന്റെ കൈ കൊടുത്തു പറഞ്ഞു, വെച്ചോളൂ തങ്ങളെ, ഇത് നിങ്ങൾക്ക് ഇത് ഐശ്വര്യത്തിനാണ്, വെച്ചോളൂ. അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോയവർ, അങ്ങോട്ട് തമ്മിത്തല്ലിപ്പോയവർ, ഒരു ഗ്രാമത്തെ ആകെ പ്രക്ഷുബ്ധതയിൽ നിർത്തിയവർ തിരിച്ചു ശാന്തതയോടെ മടങ്ങുകയാണ്. ദേവകിയുടെ വീട്ടിലേക്ക് ജീപ്പ് തിരിച്ചു വന്നു. ആ വീടിന്റെ ഉള്ളില് RSSന്റെ പ്രാദേശിക നേതാക്കന്മാരിയ്ക്കുന്നുണ്ട്. പാണക്കാട്ട് തങ്ങൾ തെങ്ങ് മുറിക്കാൻ പറഞ്ഞാല് അന്ന് രാത്രി പന്തം കൊളുത്തി പ്രകടനം നടത്താൻ വണ്ടി അവിടെ വന്നു നിന്നു. ദേവകി വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മകനോട് ചോദിച്ചു, മോനെ എന്താടാ പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത്? അവന് മിണ്ടണില്ല. രണ്ടാമതും മൂന്നാമതും ചോദിച്ചപ്പോ അവന്റെ കണ്ണു നിറഞ്ഞു. അമ്മ ഭയന്നു, എന്തു പറ്റി മോനെ? അപ്പൊ കീശയിലേക്ക് കൈയിട്ടിട്ട് പൈസ എടുത്ത് അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് ദേവകിയുടെ മകൻ പറയുകയാണ്, അമ്മേ തെങ്ങ് മുറിക്കണ്ടാണ് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത്. മുസ്ലിങ്ങളോട് പള്ളി പൊളിക്കാൻ പറഞ്ഞു അമ്മേ, ഇത് കയ്യിൽ വെക്കാൻ പറഞ്ഞു അമ്മേ, ഇത് ഐശ്വര്യത്തിന്റെ പൈസയാണത്രേ. അത് കേട്ടിട്ട് ദേവകിക്ക് മനസ്സ് പൊട്ടി. മുസ്ലിങ്ങളുടെ നേതാവ് പള്ളി പൊളിക്കാനാ പറഞ്ഞത്. ഉള്ളിലേക്ക് ഓടിക്കയറിയ ദേവകി മുഷിഞ്ഞ തോർത്തുമുണ്ട് തോളിലേക്ക് ഇട്ടിട്ട് ഇറങ്ങി വന്നു പറഞ്ഞു മകനോട്, വണ്ടി തിരിക്കടാ, എനിക്കിപ്പോ പോകണം പാണക്കാട്ടേക്ക്, എനിക്കിപ്പോ കാണണം ശിഹാബ് തങ്ങള്, വണ്ടി തിരിക്ക് പാണക്കാട്ടേക്ക്. സന്ധ്യ മയങ്ങിയ നേരത്ത് ആ വണ്ടി മടങ്ങുകയാണ്. ഒരു രാത്രിയിലും മടയാത്ത കൊടപ്പനക്കല തറവാടിന്റെ മുറ്റത്തേക്ക് കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് തേനീച്ചകളെ പോലെ വന്നു നിൽക്കുന്നുണ്ട് പയ്യാരം പറയാൻ. ചരിത്രം പിറന്ന വട്ടമേശക്ക് പിറകിലെ PMS പൂക്കോയ തങ്ങളുടെ പൊന്നുമോൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. വണ്ടി വന്നു നിന്നു. ദേവകി ഇറങ്ങി വാവിട്ട് നിലവിളിച്ചു, നെഞ്ചത്തടിച്ചു കരയുകയാണ്. ആളുകൾ അത്ഭുതത്തോടെ ചിതറി മാറി നോക്കി. ശിഹാബ് തങ്ങൾ കാണുന്നത് ഒരു പെണ്ണ് നിന്ന് കരയുന്നതാണ്, ഒരമ്മ നിന്ന് കരയുന്നതാണ്. ശിഹാബ് തങ്ങൾ വേച്ച് വേച്ച് മുറ്റത്തേക്ക് ഇറങ്ങി ചോദിച്ചു, എന്താണ് പെങ്ങളെ, എന്തിനാണ് ഈ കരച്ചല്? അപ്പൊ നിലവിളിച്ച് കൈകൂപ്പിയിട്ട് പറയുകയാണ്, തങ്ങളെ തെറ്റുപറ്റി തങ്ങളെ, പള്ളി പൊളിക്കണ്ട തങ്ങളെ, ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഇത് രാത്രിയല്ലേ, നാളെ പുലരട്ടെ, തെങ്ങ് ഞങ്ങൾ മുറിക്കാ തങ്ങളെ, അങ്ങേക്ക് വിഷമമായോ തങ്ങളെ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ ശിഹാബ് തങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവര് പറഞ്ഞു, പെങ്ങളെ കരയണ്ട പെങ്ങളെ, തെങ്ങൊരു കൽപ്പവൃക്ഷമാണ്, അത് മുറിക്കണ്ട, പള്ളി അവര് കോൺക്രീറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞു മടങ്ങുമ്പോ കൈകൂപ്പി നിന്നിട്ട് കണ്ണുനീരിന്റെ തുഷാര സ്ഫടികത്തിലൂടെ തിരിച്ചു മടങ്ങുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നോക്കി കരഞ്ഞു. വാന്തുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നത. കണ്ടോ നിങ്ങള്,
ശിഹാബ് തങ്ങളുടെ പൊളിറ്റിക്കൽ പവറിന്റെ മുന്നിലല്ലാതെ ആ ആത്മീയ ഗരിമയുടെ മുന്നിൽ തോറ്റു പോവുകയാണ് ഹിന്ദുക്കൾ പോലും. പറ്റോ നമുക്ക് ആ അള്ളയാണ് കൂടെ ഇല്ലാത്തത്. അവസാനിപ്പിക്കട്ടെ, ഒരു വേദിയിലും ഞാൻ പരസ്യമായി പറയാത്ത ഒരു സംഭവം കൂടി നിങ്ങളോട് ആദ്യമായി പറയുകയാണ്. ശിഹാബ് തങ്ങൾ മരിച്ചപ്പോ ഫേസ്ബുക്കിൽ ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ട് ആയിരക്കണക്കിന് ഷെയർ വന്ന ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ശിഹാബ് തങ്ങൾ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോയി. വലിയ മേജർ ഓപ്പറേഷനാണ്, തല പൊളിച്ച ഓപ്പറേഷനാണ്, ദിവസങ്ങൾ കിടക്കേണ്ട ഓപ്പറേഷനാണ്. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അവിടെ കൂടെയുണ്ട്. ആ സമയത്താണ് അവിടുത്തെ പത്നി പ്രിയപ്പെട്ട ഫാത്തിമ വഫാത്തായി. നമ്മളൊക്കെ അറിഞ്ഞ വാർത്തയാണ്. ഏത് പാതിരാവിലും എവിടെ നിന്നൊക്കെയോ വന്ന് കയറിപ്പോകുന്ന ശിഹാബ് തങ്ങളെ സ്വീകരിക്കാൻ ഉറങ്ങാതെ കാവലിരുന്ന ഫാത്തിമ ബീവി പുലരും മുമ്പേ, വെട്ടം വീഴുന്നതിന് മുമ്പേ തന്റെ ബെൻസുകാരിൽ ജനസമുദായത്തിന്റെ വേദനയൊപ്പാൻ വേണ്ടി ആലപ്പുഴയിലേക്ക്, കാസർഗോട്ടേക്ക്, പാലക്കാട്ടേക്ക്, കരുളായിലേക്ക്, വയനാട്ടിലേക്ക് വണ്ടി കയറിപ്പോകുന്ന ശിഹാബ് തങ്ങൾ പാതിരയാകുമ്പോഴാണ് മടങ്ങി വരിക. അപ്പോഴും ഒരു പൊതുവേദിയിൽ പോലും മുഖം കാണിക്കാത്ത സയ്യിദ ഷരീഫ ഫാത്തിമ, അവരാണ് പ്രാണപ്രേയസി. ആ സ്ത്രീയാണ് മരിച്ചുപോയത്, ആ മഹദിയാണ് വഫാത്തായത്. പക്ഷെ അത് ശിഹാബ് തങ്ങളോട് പറഞ്ഞില്ല. മകൻ മുനവ്വർ അലി തങ്ങൾ അറിഞ്ഞു. എങ്ങനെയാണ് ഉപ്പയോട് പറയുക? ഒബ്സർവേഷനിലാണ് ഉപ്പ. മേജർ സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ ആഘാതം പോലും സംഭവിച്ചാൽ മസ്തിഷ്ക സ്രാവമുണ്ടാകും, ബ്ലഡ് പ്രവഹിക്കും, ചിലപ്പോൾ അറിയിച്ചില്ല. ശിഹാബ് തങ്ങളും മടങ്ങി വരികയാണ്. വഫാത്തായി ദിവസങ്ങൾ പിന്നിട്ടു, അറിഞ്ഞിട്ടില്ല. കരിപ്പൂർ വിമാനമിറങ്ങി. സകല നേതാക്കന്മാരും സ്വീകരിച്ചു തങ്ങളുടെ പൊന്നോമന നേതാവിനെ. പക്ഷെ ആർക്കും ധൈര്യമില്ല പറയാൻ. വണ്ടി കരിപ്പൂരിൽ നിന്ന് പാണക്കാട്ടേക്ക് എത്തി. ആരാണൊന്ന് പറയുക? ശിഹാബ് തങ്ങൾ ഇപ്പൊ വണ്ടിയിൽ നിന്നിറങ്ങും, ആളുകളോട് സലാം പറഞ്ഞ് കോലായത്ത് കയറും, പിന്നെയും അടുപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് വരെ എത്തും. അവിടത്തെ അടുത്ത വാതിൽ തുറന്നാല് ദിവസങ്ങളായി കാത്തു നിൽക്കുന്ന അതേ ബാപ്പയ്ക്ക് തങ്ങളുടെ പൊന്നുമോള് സയ്യിദ ഷരീഫ ഫാത്തിമ അവരെ കാണും. അവരെ നെഞ്ചു ചേർത്ത് ചിലപ്പോ ഉമ്മ വെക്കുമായിരിക്കാം. അതല്ലേ സംഭവിക്കുക. അന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോ ഒരു പൊതുസദസ്സിലും ഇറങ്ങി വരാത്ത ബീവി അന്ന് കാറ് വരെ അനുഗമിച്ചു തന്റെ പ്രിയതമനെ. ഇനി ഒരിക്കലും കാണാത്തതുപോലെ കാറ് വരെ അനുഗമിച്ചാണ് തിരിച്ചു മടങ്ങിയത്. അവരവിടെ പ്രതീക്ഷിക്കില്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് കോലായത്ത് കയറി. ആരാണ് പറയുക? സമുദായത്തിന്റെ ഏതു കൊടുങ്കാറ്റിലും മാടി ഉലയാത്ത പായ്മര തൂണുപോലെ നിൽക്കുന്ന നേതാക്കന്മാർ ആ പാർട്ടിക്കുണ്ട്. പറയാൻ ധൈര്യമില്ല. എല്ലാരും കൂടി പറഞ്ഞു ഉമർ അലി തങ്ങളോട്, നിങ്ങളൊന്ന് പറയുമോ? ഉമർ അലി തങ്ങള് കാക്കാന്റെ അരികിൽ ചെന്നു, സിറ്റ് ഔട്ടിലേക്ക് കടന്നു കഴിഞ്ഞു. അതിനപ്പുറം ആർക്കും പ്രവേശനമില്ല. അവിടെ നിന്നും യാത്ര പറയുന്നതിന് മുമ്പേ ശിഹാബ് തങ്ങളുടെ ചെവിയില് ഉമർ അലി തങ്ങൾ പറഞ്ഞു, കാക്കാ ഫാത്തിമ ബീവി വഫാത്തായി. ദിവസങ്ങൾക്ക് മുമ്പ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളാണെങ്കിൽ എന്താണ് അനുഭവം ഉണ്ടാവുക? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന വാർത്ത, അത് താൻ അറിഞ്ഞില്ല എന്ന വേദന, ഇനി ഒരിക്കലും കാണാനാകില്ല എന്ന സങ്കടം തിരമാല പൊട്ടൂല്ലേ? അപ്പോഴും അതാ എന്തത്ഭുതം കേട്ടപ്പോഴും ഞെട്ടുന്ന വാർത്ത കേട്ടപ്പോഴും പൂക്കോയ തങ്ങളുടെ പൊന്നുമോന്റെ മുഖത്ത് നേരിയൊരു വിഷാദം വന്നെങ്കിലും ഒരു നേർത്ത പുഞ്ചിരി വന്നു. ഉള്ളിലേക്ക് വെച്ച കാല് പിറകോട്ട് വന്നു, തിരിച്ചു മടങ്ങി മുറ്റത്തേക്ക്. പിന്നെ എല്ലാവരും നിറകണ്ണുകളോട് ശിഹാബ് തങ്ങളെ അനുഗമിച്ചു പാണക്കാട്ട പള്ളിക്കാട്ടിലേക്ക്. ഖബറിന്റെ മുമ്പിൽ നിന്ന് ഫാത്തിഹ വിളിച്ചു ദുആ ചെയ്തു. അക്ഷോഭ്യനായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് യഖീനാ
ആണ്. വഅൻതുമുൽ അലൗൽ ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനെ, അല്ലാഹനെ സൂക്ഷിച്ച മഹാനാ ഖൈറോ ജീവിതകാലത്ത് സൂഫികളുമായി ബന്ധമുള്ളയാളാണ്. ഞാനൊരു ഉദാഹരണമായി പറഞ്ഞതാണ് അവരെയൊക്കെ. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ, മലക്കുകളുടെ സഹായം ഉണ്ടാകട്ടെ, സകല പ്രതിസന്ധികളും അതിജയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് എല്ലാ രാത്രിയിലും ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅബൂദു ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅറൂഫ് ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മദ്കൂറു ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അമാനുൽ അമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ളുൽമിസ് സുൽത്താൻ വമിൻ ശർരിശ് ശൈത്താൻ യാ ഖദീമൽ ഇഹ്സാൻ ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ. ഖാല റസൂലുള്ളാഹ്. ഈ രാത്രിയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം അതാണ്. കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവരല്ലേ, മെസ്സഞ്ചറിൽ വന്ന് നമുക്കത് അയച്ചു തരാം. ഇത് നിങ്ങൾ മരണം വരെ ചൊല്ലി. ഇജാസത്ത് തരാൻ ഞാൻ വലിയൊന്നുമല്ല, ഒരു മണ്ണാങ്കട്ടിയല്ല. പക്ഷെ ഇതൊരു പവറാണ്, സ്പിരിച്വൽ പവറാണ്. ഒരു വിശാലമായ വിഷയത്തെ ഞാൻ ബ്രീഫാക്കി എൻ്റെ സമയപരിധി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ വലിയ സദസ്സും നിങ്ങൾ എഴുന്നേറ്റ് പോകാത്ത കണ്ട് പറഞ്ഞു. അല്ലാഹു കബൂലാക്കട്ടെ.